അമേരിക്കൻ എഴുത്തുകാരൻ, സാഹിത്യകാരൻ, പ്രഭാഷകൻ മാർക്ക് ട്വെയിൻ ഒരിക്കൽ പറഞ്ഞു, there are two speakers in the world. One is the nervous, second one the liars. ലോകത്ത് രണ്ടു തരം പ്രഭാഷകരേ ഉള്ളൂ. ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് സഭാകമ്പമുള്ളവരും, രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നുണ പറയുന്നവരും കളവ് പറയുന്നവരും. ഇപ്പോ എന്ത് തോന്നുന്നു? അങ്ങനെയാണെങ്കിൽ ഇത്തിരി സഭാകമ്പം നല്ലതാണെന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഇത്തിരി സഭാകമ്പം നല്ലതാണ്. ലോകപ്രശസ്ത യൂണിവേഴ്സിറ്റി ഹാർവാർഡ്, കേട്ടിട്ടുണ്ടോ? ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പ്രസംഗവുമായി ബന്ധപ്പെട്ട് 10 ടിപ്സുകൾ അവരുടെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. സ്പീക്ക് ആൻഡ് ഷൈൻ പ്രഭാഷകർക്ക് ഓൺലൈൻ പ്രസംഗ പരിശീലനത്തിന്റെ ഭാഗമായി 10 ടിപ്സുകളും സ്പീക്ക് ആൻഡ് ഷൈൻ പകർന്നു നൽകാറുണ്ട്. നിങ്ങൾക്കും അത് നൽകുന്നതായിരിക്കും കോഴ്സിന്റെ ഭാഗമായി. ആ 10 ടിപ്സിൽ ടിപ്പ് നമ്പർ 1 എന്താണെന്നറിയോ? നെർവസ്നെസ് ഈസ് നോർമൽ. സഭാകമ്പം സ്വാഭാവികമാണ്. സഭാകമ്പം എന്താണ്? സ്വാഭാവികമാണ്, നാച്ചുറൽ ആണ്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഓടുമ്പോൾ മനുഷ്യൻ വിയർക്കും, സ്വാഭാവികം. കിതപ്പ് കൂടും, സ്വാഭാവികം. ആണോ അല്ലേ? സങ്കടം വരുമ്പോൾ മനുഷ്യൻ കരയും, കണ്ണ് നനയും. എന്താണത്? സ്വാഭാവികം. അവ 4 ആൾ കൂടുന്നിടത്ത് 4 വാക്ക് പറയാൻ നമ്മളെ ക്ഷണിച്ചാൽ ചങ്കിടിപ്പ് ഇത്തിരി കൂടും, ചെറിയൊരു പരിഭ്രമം ഉണ്ടാവും. അതിൻ്റെ പേരാണ് സ്ട്രെസ്, പിരിമുറുക്കം. അത് നല്ലതാണ്. ചെറിയ പിരിമുറുക്കം ഉണ്ടെങ്കിലേ നമ്മൾ കാര്യങ്ങൾ നന്നായി വെടിപ്പായി ചെയ്യുള്ളൂ എന്നതാണ് പുതിയ സൈക്കോളജി പറയുന്നത്. സ്ട്രെസ് ഇല്ലാത്ത ആളുകളെ നല്ല റിസൾട്ട് പ്രതീക്ഷിക്കണ്ട. ആശയല്ലേ പേര്? മഞ്ജു. മഞ്ജുവിന്റെ വീട്ടിൽ നാളെ 10 വിരുന്നുകാർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് വിളിച്ചു പറയുന്നു, അയ്യോ 10 പേര് നാളെ എന്തപ്പോ ഞാൻ ഉണ്ടാക്കുക? ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും, ലഞ്ച് എന്തുണ്ടാക്കും? ചെറിയൊരു പരിഭ്രമം വന്നില്ലേ? അതിന്റെ പുറത്ത് അവർ നന്നായി പ്രിപ്പയർ ചെയ്യില്ലേ? ഡെഫിനറ്റ്ലി അവരുടെ പെർഫോമൻസ് നന്നാവും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട പറഞ്ഞത്, ചെറിയ സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസ് നന്നാവും. ആ സ്ട്രെസ് അധികമായാൽ പെർഫോമൻസ് നെഗറ്റീവ് ആവും. ഇറ്റ്സ് ക്വയറ്റ് നാച്ചുറൽ. പുതിയ തലമുറയെ കുറിച്ച് പരാതി പറയാറുണ്ട് അധ്യാപകർ, അവർക്ക് പരീക്ഷാ പേടിയില്ല. നമ്മളൊക്കെ 10ാം ക്ലാസ് പഠിച്ച കാലത്ത് ഓർത്തേക്ക് ഒരു ദിവസം 2 പരീക്ഷയായിരുന്നു, ഓർമ്മയുണ്ടോ? ഇന്ന് ഒരു ദിവസം 1 പരീക്ഷയുള്ളൂ.